ചോരയുടെ മണമുള്ള നാടാണിത്. ഒറ്റ രാത്രി കൊണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് പോലും അറിയാത്ത അവസ്ഥയിലായിരുന്നു കുഞ്ഞാറമ്മൂട് പെരുമല നിവാസികൾ. മണിക്കൂറുകൾ കൊണ്ട് സംസ്ഥാനം മുഴുവൻ അറിയപ്പെടുന്ന വാർത്താ കേന്ദ്രമായി പേരുമല അറിയപ്പെടുന്നു. പ്രണയിനിയെയും 13-കാരനായ സഹോദരനെയും അടക്കം കുടുംബത്തിലെ 5 പേരെ ചുറ്റിക കൊണ്ട് അടിച്ചു കൊന്ന ശേഷം ഒരു കൂസലുമില്ലാതെ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയ അഫാൻ എന്ന ചെറുപ്പക്കാരനിലൂടെ. ഇങ്ങനെ ഒരു അഫാനെ ആർക്കും അറിയില്ല. വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും തൊട്ടിലിരുന്ന അഫാന്റെ വീട്ടിൽ സഹോദരനെയും പ്രണയിനിയെയും മാതാവിനെയും ക്രൂരമായി ആക്രമിച്ചിട്ടും ഒരു നിലവിളി ശബ്ദം പോലും കേട്ടില്ലെന്ന് ഒരു മതിലിനപ്പുറമുള്ള അയൽവാസിക്കാരെയും ഞെട്ടിച്ചു. പോലീസും ആംബുലൻസും എത്തിയപ്പോഴാണ് അയൽക്കാരും വീടിനപ്പുറത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിലുള്ളവരും കൊലപാതകത്തെക്കുറിച്ച് അറിയുന്നത്. അഫാനെ പറ്റി നാട്ടിലെ ഒരാൾക്ക് പോലും മോശം അഭിപ്രായമുണ്ടായിരുന്നില്ല. വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടി അനാവശ്യ സൗഹൃദങ്ങളിലേക്ക് തലവെക്കാതെ ജീവിച്ച അഫാൻ ഒറ്റ ദിവസം കൊണ്ട് സ്വന്തം രക്തത്തിലെ 5 പേരെ ക്രൂരമായി കൊലപ്പെടുത്തിയത് പലർക്കും വിശ്വസിക്കാൻ പാടായിരുന്നു. ആരുമായും അടുത്തിടപഴകാത്ത അഫാനെ പറ്റി കൂടുതലായി ആ രാത്രി ആർക്കും അറിയില്ലായിരുന്നു. രാത്രിയോടെ ചാനൽ ക്യാമറകളും മാധ്യമപ്രവർത്തകരും പേരുമലയെ പൊതിഞ്ഞതോടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രദേശവാസികളും നേതാക്കളും യുവജന സംഘടന പ്രവർത്തകരും സാമുദായിക നേതാക്കളും സംഭവസ്ഥലത്തേക്ക് എത്തി. പക്ഷെ ആർക്കും കൊലപാതകത്തിന് കാരണം എന്തെന്ന് മാത്രം അറിവുണ്ടായിരുന്നില്ല. ചിലർ പൊടിപ്പും തേങ്ങലുമുള്ള കഥകൾ മെനഞ്ഞു. ഉണ്ണി മുകുന്ദന്റെ മാർക്കോ സിനിമ കണ്ട് അനുഗമിച്ചതാണെന്ന് കൊലപാതക വിവരങ്ങൾ അറിഞ്ഞെത്തിയ യുവാക്കൾ പറഞ്ഞപ്പോൾ ചെക്കൻ മയക്കുമരുന്നിനും കഞ്ചാവിനും അടിമയായിരുന്നുവെന്ന് സംശയം ചില മുതിർന്നവർ പ്രകടിപ്പിച്ചു. അതല്ല, കുടുംബത്തിന്റെ കടബാധ്യതയും പ്രണയ നൈരാശ്യവുമായിരിക്കാം ഈ ക്രൂരകൃത്യത്തിന് പ്രേരിപ്പിച്ചതെന്ന് അഫാന്റെ ഉമ്മ ഷെമിയുമായി അടുത്ത ബന്ധമുള്ള ചില സ്ത്രീകൾ സംശയമുന്നയിച്ചു. ജീവനെ പോലെ കൊണ്ടു നടന്ന കുഞ്ഞ് സഹോദരനെ അഫാൻ എങ്ങനെ ഇത്ര മൃഗീയമായി കൊലപ്പെടുത്താൻ കഴിഞ്ഞുവെന്ന ചോദ്യമായിരുന്നു പലർക്കും. അഫാന്റെ കാമുകി ഫർസാനയുടെയും മൃതദേഹം കണ്ട പലരും അത് സുഹൃത്തുക്കൾക്ക് മുന്നിൽ ഓർത്തെടുത്തപ്പോൾ വേദന കൊണ്ട് പൊട്ടിക്കരഞ്ഞു. അഫാനും ഫർസാനയുമായുള്ള പ്രണയബന്ധം ഷെമി വർഷങ്ങളായി അടുപ്പമുള്ള സുഹൃത്തുക്കളുമായി പോലും പങ്കുവച്ചിരുന്നില്ല. രാത്രി 10:30 ജില്ലാ റൂറൽ പോലീസ് മേധാവി സുദർശൻ കൊലപാതക പരിസരം സന്ദർശിക്കുമെന്ന വിവരം പുറത്തു വന്നതോടെ പ്രദേശം ജനനിബിഡമായി. ഗതാഗതം നിയന്ത്രിക്കാൻ തന്നെ പോലീസ് ഏറെ ബുദ്ധിമുട്ടി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക.